2016 കിസ് കിസ് കോ പ്യാർ കറും ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ, അതായത് ഒരുപാട് തമിഴ്, ഹിന്ദി അവരുടെ ആ ഒരു മീം, അതായത് പ്രിയദർശൻ മീമിനൊക്കെ ഒരു വലിയ പേജ് ഉണ്ട് കേട്ടോ. പ്രിയദർശൻ അവിടെ ലെജൻഡാണ്. പുള്ളിയുടെ സിനിമകളിലെ മീംസൊക്കെ കൊണ്ട് ഭയങ്കര സംഭവമാണത്. അപ്പോൾ ഈ ഫേസ്ബുക്കിലുള്ള പേജുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇനി അങ്ങോട്ട് കപിൽ ശർമ്മയുടെ കാലമാണെന്ന്. അതായത് ഇനി അങ്ങോട്ട് കപിൽ ശർമ്മ ബോളിവുഡ് ഭരിക്കും, ആ രീതിയിലുള്ള. കാരണം പുള്ളിയുടെ പോപ്പുലാരിറ്റി, ഭയങ്കര പോപ്പുലാരിറ്റിയാണ് കപിൽ ശർമ്മയ്ക്ക്. അതായത് മിനി സ്ക്രീനിൽ ഈ കപിൽ ശർമ്മയുടെ ഷോ അതൊക്കെ ഇങ്ങനെ കോപ്പി അടിച്ചിട്ടൊക്കെയാണ് നമ്മുടെ മലയാളത്തിൽ ബഡായി ബംഗ്ലാവ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ കപിൽ ശർമ്മ ഈസ് എ ലെജൻഡ്. അതായത് പുള്ളിയുടെ ആ മിനി സ്ക്രീനിലുള്ള ആ ഒരു അപ്പിയറൻസ് ആണെങ്കിലും പുള്ളിയുടെ ഫാൻ ഫോളോയിങ് ആണെങ്കിലും ഇപ്പോൾ ഏത് സിനിമയാണെങ്കിലും പുള്ളിയുടെ പരിപാടിയിൽ വന്നിട്ടാണ് ആളുകൾ, അത് ബോളിവുഡ് റിയൽ ബോളിവുഡ് സെലിബ്രിറ്റീസ് എല്ലാം പുള്ളിയുടെ പരിപാടിയിൽ വന്ന ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ മിനി സ്ക്രീനിലെ ലെജൻഡായിട്ടുള്ള കപിൽ ശർമ്മയുടെ സിനിമയിലേക്കുള്ള അത് ഹീറോ ആയിട്ട് പുള്ളിയുടെ സേഫ് ആയിട്ടുള്ള കോമഡി ജോണറുള്ള ഈ സിനിമ വരുന്നു, കിസ് കിസ് കോ പ്യാർ കറൂ എന്ന് പറയുന്നത്. ആക്ച്വലി ആ പടത്തിന് നല്ല ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് കപിൽ ശർമ്മയുടെ. പക്ഷേ ആളുകൾ പറഞ്ഞു കപിൽ ശർമ്മ ഇനി ബോളിവുഡ് ഭരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് അത്ര കാര്യമായിട്ട് ഈ ബോളിവുഡ് ഫിലിം ഫീൽഡിൽ പുള്ളിക്ക് കാര്യമായിട്ട് ശോഭിക്കാനായില്ല. പിന്നെ പുള്ളി ബാക്ക് ടു മിനി സ്ക്രീൻ. പുള്ളി ഇപ്പോഴും മിനി സ്ക്രീനിൽ ഇപ്പോഴും പുള്ളി വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് ആക്ടറാണ് അത് മിനി സ്ക്രീനിലുള്ള ആ ഒരു കാര്യങ്ങളിൽ. അപ്പോൾ ബാക്ക് ടു കിസ് കിസ് കോ പ്യാർ കറൂം 2. ഇതിനകത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ 3 ഇതിൽ 4. അതായത് ഇതുപോലത്തെ സിനിമകളിൽ ഒരു കാവസ് കോമഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. നായകന് നായികയോട് പ്രണയമുണ്ട്, രണ്ടുപേരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നായകൻ ഹിന്ദുവും നായിക മുസ്ലിമും ആയതിൻ്റെ പേര് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവരെങ്ങനെയൊക്കെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ എല്ലാ മാസവും രജിസ്റ്റർ ഓഫീസിൽ വരും രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി. പക്ഷേ വീട്ടുകാരെ എതിർപ്പ് കാരണം ഇവർ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നായകന് മനസ്സിലാവും മതം മാറിയാലാണ് എൻ്റെ കല്യാണം നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാവും. അങ്ങനെ നായകൻ പറയുകയാണ് ഞാൻ എൻ്റെ മതം മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ്. ആക്ച്വലി ഇതൊരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ഒരു പെണ്ണിന് വേണ്ടി മുസ്ലിം ആവാൻ തയ്യാറാവുന്നതാണ്. പക്ഷേ ഈ സിനിമയുടെ കോൺടെക്സ്റ്റ് ഇതായതുകൊണ്ടും ഇതൊരു ഫണ്ണി വേയിലാണ്. അത് തുടക്കം മുതൽ അവസാനം വരെ ഒരു ക്യാവോസ് ഒരു ഫണ്ണി ലെവലിലായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുടെയും വികാരമൊന്നും വ്രണപ്പെടുത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളി മുസ്ലിം ആകുന്നു, മുസ്ലിം ആയി കഴിഞ്ഞ് നിക്കാഹ് കഴിക്കുന്നു. പക്ഷേ നിക്കാഹ് കഴിക്കുമ്പോൾ ആണ് മനസ്സിലാവുന്നത് പെണ്ണ് വേറെയാണ്, വേറെ ആരോ ആണ് കല്യാണം കഴിക്കുന്നതെന്ന് വിചാരിച്ച് നമ്മുടെ കാമുകി ഒളിച്ചോടി പോകുന്നു. അപ്പോൾ പകരം അവിടെ വേറെ കയറി നിൽക്കുന്നത് വേറെ പെണ്ണാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ കബൂലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് അതിൻ്റെയൊക്കെ സമ്മതം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിക്കാഹ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം സ്ത്രീയുടെ ഭർത്താവായിട്ട് മാറും നായകൻ. ഇത് ആക്ച്വലി ഞാനീ പറയുന്ന സിനിമയുടെ കഥയൊന്നുമല്ല, ഇത് ട്രെയിലറിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നായകൻ്റെ വീട്ടുകാർ നിർബന്ധിച്ച് ഇയാൾ ബോധമില്ലാത്ത അവസ്ഥയിൽ കല്യാണം കഴിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ഭർത്താവാകുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും തൻ്റെ കാമുകിയെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഗോവയിലേക്ക് പോകുന്ന ആൾ അവിടെ ഒരു ക്രിസ്ത്യൻ മാസ് വെഡ്ഡിങ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോകാൻ നേരത്ത് അവിടെ വെച്ചിട്ട് വേറൊരു കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് ഇയാളൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ഭർത്താവാകുന്നു. അപ്പം അങ്ങനെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെയുള്ള പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു മുസ്ലിം, ഒരു ഹിന്ദു, ഒരു ക്രിസ്ത്യൻ വൈഫുള്ള ആളായി മാറുകയാണ് നമ്മുടെ നായകൻ കപിൽ ശർമ്മ. അപ്പോൾ ഈ ഖാവസ് കോമഡിയിനകത്ത് വരുന്നതിൽ ഇതിനകത്ത് ആക്ച്വലി എൻജോയബിൾ പെർഫോമൻസ് കപിൽ ശർമ്മ ഓക്കെയാണ്. പിന്നെ മഞ്ജോത് സിംഗ് ഉണ്ട്. മഞ്ജോത് സിംഗ് ഒഫീഷ്യലി ഹിന്ദി സിനിമയിലെ ഒരു നായകൻ, ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ നല്ല രീതിയിൽ കോമഡി ചെയ്യുന്നൊരു കൂട്ടുകാരനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി പുള്ളി തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ ജോണി ലിവറിൻ്റെ മകൾ, അത് ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിലുണ്ടായിട്ട് പിന്നെ സെയിം റിയാക്ഷനാണ്. അതായത് ജോണി ലിവർ ഒരു പെണ്ണായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലുള്ള, അതായത് എന്തിനും ഓവറായിട്ട് എന്നൊക്കെ പറഞ്ഞ് ആ വിളിച്ചിട്ടുള്ള അതേ സംഭവങ്ങളെല്ലാം അങ്ങനെ തന്നെ ഈ പുള്ളിക്കാരിയും ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തോ ലിവർ എന്നാണ് പേര്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഈ പുള്ളിക്കാരി അത്ര പോപ്പുലർ ആയില്ല സിനിമയിൽ. പുള്ളിക്കാരി പിന്നെ എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ഫീൽഡിലേക്കാണ് പിന്നെ പോയതെന്ന് തോന്നുന്നു. അങ്ങനെ ഈ പുള്ളിക്കാരിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലൊക്കെ പോകുന്നതാണ്. 3 നായികമാരുണ്ട്. ഇപ്പം 3 നായികമാരെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ആക്ച്വലി 4 നായികമാരുണ്ട്. ഇതിൽ കാമുകിയായിട്ട് അഭിനയിക്കുന്നത് വറീന ഹുസൈനാണ്. അതായത് വറീന ഹുസൈൻ്റെ ക്യാരക്ടറിന് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, രസമാണ്. അതായത് ഈ സിനിമയിൽ ഈ സിനിമയിൽ എന്ത് വേണമെങ്കിലും ഒക്കെ പറയാമല്ലോ, അപ്പോൾ ആ രീതിയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ത്രിധ ചൗധരിയാണ് ഇതിനകത്ത് കുറച്ചെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ് ഉള്ളൊരു. ഇത് 3 വൈഫാണല്ലോ ഇതിനകത്ത് നായകന്. അപ്പോൾ അതിനകത്ത് ത്രിധ ചൗധരിക്ക് സെപ്പറേറ്റ് ഒരു എന്താ പറയുക ഒരു സൾട്ടറി ആയിട്ടുള്ള ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് സാധാരണ ഈ ഒരു നായികക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ട് കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലായില്ല.
പടത്തിലെ ഗുഡ് പോയിന്റ്സ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പാട്ട് ഒന്നാണ്. പിന്നെയുള്ളത് പാറുൽ ഗുലാട്ടി, ആയിഷ ഖാൻ. ഈ സിനിമയുടെ മൂഡിന്, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്നത്, ഇതൊരു ഖാവസ് കോമഡി ആയതുകൊണ്ടും എന്തും ഓവറായിട്ട് കാണിച്ചാൽ മാത്രം കോമഡി ആയി മാറുന്ന രീതിയിലുള്ള ഈ സിനിമയിൽ എന്താണോ വേണ്ടത് അത് അവർ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സുശാന്ത് സിംഗ് ഉണ്ട്. സുശാന്ത് സിംഗ് പുള്ളി ഇപ്പോഴും എന്നാ ഫിറ്റാണ്. അത് ഈ സിനിമയിൽ പുള്ളിയുടെ ഒരു മണ്ടൻ പോലീസ് ക്യാരക്ടറാണ്. ഇതുപോലുള്ള സിനിമകളിൽ ഒരു പോലീസ് മണ്ടൻ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനത്തെ ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് ഭയങ്കര അപാര സ്ക്രീൻ പ്രസൻസ് ആണ്. നല്ല ഫിറ്റാണ്. സ്ക്രീനിൽ വേറെ ആരുണ്ടെങ്കിലും സുശാന്ത് സിംഗിനെ നമ്മൾ പുള്ളിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് ആൾക്കാർ അതിങ്ങനെയൊക്കെ. അപ്പോൾ ഈ സിനിമ കിസ് കിസ് കോപ്പി ആർക്കും ഒരു ഫസ്റ്റ് പാർട്ട് അപേക്ഷിച്ച് നോക്കാൻ നേരത്തെ സെക്കൻഡ് പാർട്ട് എനിക്ക് അത്ര ഹിലേറിയസ് ആയിട്ടും കാര്യങ്ങളൊക്കെ ഒന്നും തോന്നിയില്ല. 2-2.5 മണിക്കൂറോളം ഈ പടമുണ്ട്. ഈ പടത്തിൽ നമുക്കറിയാം ഇത് എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാം. പക്ഷേ ചില സിനിമകളുണ്ടാവുമല്ലോ, നമുക്ക് പുതുമയുള്ള സംഗതികളോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചു മറിയുക അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ ചുമ്മാ അതിനെ കണ്ടിരിക്കാം, നമുക്ക് ബോറടിക്കില്ല. ആ ഒരു ഓളത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. അപ്പം ഇതുപോലുള്ള സിനിമയ്ക്ക് ഫസ്റ്റ് പാർട്ട് കാണുന്ന സമയത്ത് എനിക്കൊരു ഇതെങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ അവസാനിപ്പിക്കുന്നത്, അതായത് ഇതിനകത്ത് ഓൾറെഡി 3 ഭാര്യമാരുണ്ട്, ഒരു കാമുകിയുണ്ട്. ആ കാമുകിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ സർദാറാവുന്നുണ്ട്. ഇത് സിനിമയുടെ ഇതിൻ്റെ ഒരു ഫണ്ണി മൊമെൻറ്റ്സിൽ ഒന്നാണ്. അതായത് ഒരു ഭാര്യ മുസ്ലിമാണ്, ഒരാൾ ഹിന്ദുവാണ്, ഒരാൾ ക്രിസ്ത്യനാണ്. അവസാനം കാമുകിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പുള്ളി സിഖുകാരനായി മാറുന്ന ആ രീതിയിലുള്ള കൈൻഡ് ഓഫ്, അതായത് എന്താ പറയുക, ആ ഒരു കൈൻഡ് ഓഫ് പടമാണ്. അതായത് ഇതിൽ കാണിക്കുന്നതിനൊന്നും യാതൊരുവിധ സീരിയസ്നെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെ പോകുന്ന സിനിമ. പക്ഷേ ഈ സിനിമ എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അവസാനിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അതായത് 4th വാൾ ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ 5th വാൾ ബ്രേക്കിങ്ങോ എന്തുവേണേലും പറയാം, അങ്ങനെ ഒരു സംഭവം ഈ പടത്തിൽ വരുന്നുണ്ട്. അത് ആക്ച്വലി കൊള്ളാവുന്നൊരു ഐഡിയ ആയിട്ട് തോന്നി. പെട്ടെന്ന് ഇങ്ങനൊരു ക്യാരക്ടർ വരുന്നതും ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഡയലോഗ്സും, ആ കപിൽ ശർമ്മ എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് അയാൾ റിയൽ ലൈഫിൽ ഇയാൾ എന്താണ് എന്നുള്ളതും ഇതൊക്കെ എല്ലാം കൊണ്ടും മൊത്തത്തിലൊരു അടിപൊളി സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ കപിൽ ശർമ്മയുടെ ഷോയൊക്കെ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും എന്താ സംഭവം എന്ന്. സുനിൽ ഗ്രോവറിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, വേറെ ആണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ 2.5 മണിക്കൂറിൻ്റെ സിനിമ. 2.5 മണിക്കൂർ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതല്ല, അങ്ങനെ ഭയങ്കര യുണീക്കായിട്ടുള്ള കോമഡോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചു മറിയാവുന്ന മൊമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും പടം ഓഫർ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ഡീസൻ്റ് ആണ്. കപിൽ ശർമ്മ ഒറ്റയ്ക്ക് ഈ സിനിമയെ ഹാൻഡിൽ ചെയ്തു എന്ന് പറയാം. കോമഡി നമ്പേഴ്സ് എല്ലാം ഇതിൽ വർക്കായിട്ടുണ്ട്. അറിയാലോ, 2.5 മണിക്കൂറൊക്കെ ബോറടിക്കാതെ ഒരു സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വെരി റയർ. ചില സിനിമകളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും. ബട്ട് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഭയങ്കര ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു പടമാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിവാദമാവാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. ഈ ഡയലോഗ്സൊക്കെ ഇതിനകത്തുണ്ട്. ഇതിൽ ഈ മതത്തിനനുസരിച്ച് മതത്തിലുള്ള ചില കാര്യങ്ങളെയൊക്കെ കളിയാക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ വരുന്ന ചില പടങ്ങൾ, അത് ഇന്ന മതത്തിന് മാത്രമല്ല എല്ലാ മതത്തിൻ്റെയും ഒരു ആചാരങ്ങളൊക്കെ ആയിട്ട് ചില രീതിയിൽ ചില കൗണ്ടറൊക്കെ അടിച്ചിട്ട് നൈസായിട്ട് കൊട്ടിവിടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പടം കാണുമ്പോൾ ഒരു റിലാക്സേഷനാണ്. കാരണം ഇതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ വേണം. പക്ഷേ ഒരു മൊത്തത്തിൽ നമ്മൾ മുടക്കുന്ന കാശിന് പുറത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് തിയേറ്ററിൽ പോയി കാണാനൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഉച്ചപ്പടം എന്നൊക്കെ പറയില്ല, നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റിയ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ വെറുതെ ടൈം പാസിനൊക്കെ കാണാൻ പറ്റിയ പോലത്തെ ഒരു പടമാണ്. എത്ര സീൻ മിസ്സായാലും പിന്നീട് നമ്മൾ കാണുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാച്ചബിൾ. അത് OTT-യിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഇതിനു വേണ്ടി കാശ് മുടക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലൊരു പടം.